ഹായ് ഗൈസ്, അപ്പോൾ ഇന്നൊരു പെരുന്നാൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ 9 മണിക്കാണ് ഞാൻ എണീച്ചത്. ആരും ഞെട്ടണ്ട, ഇതിൽ ലേറ്റായിട്ടാണ് സാധാരണ എണീക്കാറ്, പക്ഷേ ഇപ്രാവശ്യം നേരത്തെയാണ്. അല്ലാണ്ടില്ല. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് എണീച്ച പാടുന്ന ഞാൻ എൻ്റെ കയ്യിലിട്ട മെഹന്തി ആയിരുന്നു നോക്കിയത്. സ്വാഭാവികമാണ്, അതിൽ അങ്ങനെ തന്നെയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇട്ട മെഹന്തി. ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റൊന്നുമല്ല, പക്ഷേ എങ്കിലും ഇങ്ങനെ ചെറുതായിട്ടിടും, അത്ര തന്നെ. അപ്പം നല്ലോണം ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ എല്ലാം പൊളിച്ച് മാറ്റി. അതിൻ്റെ ഇങ്ങനെ പുളകിതെന്നതിന് പറയും, പുളകിതയാവുകയാണ് കണ്ടിട്ട്. അപ്പോൾ അത് പൊളിച്ച പാടുള്ള സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനിങ്ങനെ കിച്ചണിലേക്ക് പോയി നോക്കുമ്പോൾ കിച്ചണിൽ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ദോശ ചുടുന്നത് കണ്ടു. പിന്നെ ഈ ദോശ കണ്ടു നിങ്ങൾ, ഇത് എൻ്റെ ദോശയാണ്. എങ്ങനെയുണ്ട് എൻ്റെ ദോശ പരത്തൽ? അപ്പോൾ ദോശയൊന്ന് പറ്റി സഹായിച്ചു. പിന്നെ കൊഞ്ചം ബിരിയാണി ആയിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൊഞ്ചം ഫ്രൈ ചെയ്യാണ്. അങ്ങനെ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സ്വാഭാവികമാണല്ലോ, അന്നേരം ചൂടൊന്നും അന്നേരം നമ്മൾ നോക്കില്ല, അടിക്കലേന്ന്. പിന്നെ ബിരിയാണിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇങ്ങനെ തോല് പൊളിച്ച് ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണാൻ മാത്രമേ, ഇതെല്ലാം നമ്മൾ കണ്ടാൽ മതി. ഓക്കെ, തൊട്ടാൽ തലയിലാവും, അതുകൊണ്ട് തൊടാൻ പോയില്ല. പിന്നെ ഇതൊക്കെ ബിരിയാണീൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ കൊഞ്ചം ഫ്രൈ ചെയ്ത ഇതിൽ തന്നെയാണ് ചിക്കൻ ഇട്ടത്. ചിക്കൻ നിങ്ങളിങ്ങനെ കൂടി പിടിച്ച് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് ഫ്രീസായി പോയിട്ട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ തന്നെ ഇട്ടതങ്ങ് അലിയുമായിരിക്കും. പിന്നെ ഉമ്മ അത് മാറ്റി ഒരു മസാല പോരാന്നെല്ലാം പറഞ്ഞിട്ട് മാറ്റിയാക്കി. അപ്പോൾ നമ്മൾ സേമിയ പായസമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെക്കന് കുറച്ച് പായസം കൊടുക്കണം. അവിടേക്ക് നോക്കിയാൽ അപ്പോൾ ചെക്കന് കുറച്ചും കൂടി പായസം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെക്കന് കുറച്ചും കൂടി പായസം ഒഴിച്ച് കൊടുത്തു. അവൻ കുടിക്കട്ടെ, പെരുന്നാൾ പായസമല്ലേ. അപ്പോൾ പക്ഷേ എങ്കിൽ ടെസ്റ്റ് എന്താണെന്നറിയോ, ആ പായസം ഒരു വൈകുന്നേരത്തേക്ക് അത് പോയിക്കും, ചൂടല്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ദോശയും ചിക്കൻ കറിയെല്ലാം അടിച്ചു. 2 ദോശയും ചിക്കൻ കറിയും കൂടുതൽ പൊളിയും ചെയ്തിട്ടില്ല. ബിക്കോസ് നമുക്ക് ഉച്ചയ്ക്ക് കൊഞ്ചം ബിരിയാണി തിന്നുന്നുണ്ട്. കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ കൊഞ്ചം ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയെല്ലാം കഴിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ചിക്കൻ ഫ്രൈ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടായി പോയി ചിക്കൻ പൊരിഞ്ഞത്, അതുകൊണ്ട് ചിക്കൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉച്ചത്തേക്കുള്ള കൊഞ്ചം ബിരിയാണി ചിക്കൻ ഫ്രൈ ആയിരുന്നു ഉച്ചത്തേക്ക്. അപ്പോൾ ഇങ്ങനെ ബിരിയാണീൻ്റെ സംഭവങ്ങളുള്ള പ്രിപ്പറേഷൻസിലാണ്. ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട്, വെളുത്തുള്ളി തോല് പൊളിക്കുന്നുണ്ട്, ചിക്കൻ പൊരിക്കുന്നുണ്ട്, അങ്ങനെ ബിരിയാണീൻ്റെ സംഭവങ്ങൾ. പിന്നെയാണ് കോമഡി. ഞാൻ പറഞ്ഞില്ലേ, കണ്ടാൽ മതി കൈ വെക്കേണ്ട തലയിലാണ്. അപ്പോൾ ഞാനൊന്ന് കൈ വെച്ചതാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ നെയ്ച്ചോറിൽ ഇങ്ങനെ ഉള്ളി പൊരിച്ചിട്ടിടൂല്ലേ, അപ്പോൾ ഉള്ളി പൊരിഞ്ഞിട്ടല്ലേ സംഭവം സാധാരണ ക്യാരറ്റ് ഇടേണ്ടത്. ഞാൻ എന്തൊക്കെ ഉള്ളീൻ്റെ ഒപ്പരം ക്യാരറ്റ് ഇട്ടു. നമുക്ക് ഉള്ളി മാത്രമല്ലേ വേണ്ടൂ, ക്യാരറ്റ് ചോറിലായിരുന്നു വേണ്ടത്, ഉള്ളി മേലെ ഇടുന്നില്ലേ. ഞാൻ 2 ഒപ്പരം ഇട്ട് അങ്ങനെ അൽക്കുലത്തായി. പക്ഷേങ്കിൽ അത് 2 ഒപ്പരം തന്നെ കോരിയെടുത്ത്, അല്ലാണ്ട് വെക്കാൻ ആ 2 വെവ്വേറാക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ അതും കഴിഞ്ഞ് പൊരിച്ചുള്ളി കഴുകി നോക്കിയിട്ടുണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പിട്ടിട്ട് നമ്മൾ പൊരിക്കുന്നത്, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ഇങ്ങനെ കുറച്ച് കൊറിച്ചു. ഇത് സംഭവം ഫുഡ് ബ്ലോഗ് പോലെ ഉണ്ടല്ലേ, ഇതൊരു വെറൈറ്റി വ്ളോഗാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് എൻ്റെ മൈലാഞ്ചിൻ്റെ സ്റ്റൈനാണ് കേട്ടോ. അത് ഞാൻ തൊപ്പി ഇട്ടിട്ട് കണ്ടോ, കുറച്ചേ തൊപ്പി ആയിട്ടുള്ളൂ, സ്വാഭാവികം. അപ്പോൾ മൈലാഞ്ചിൻ്റെ സ്റ്റൈനാണ് ഇത്, കൊച്ചായിട്ടുള്ള മൈലാഞ്ചിൻ്റെ സ്റ്റൈനാണ്. നല്ല ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമായി, എനിക്ക് നല്ല ഇഷ്ടമായി എൻ്റെ മൈലാഞ്ചി. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ സ്വാഭാവികം തിരിഞ്ഞ് കിടക്കുക, മറിഞ്ഞ് കിടക്കുക, റീൽസ് കണ്ടു. അങ്ങനെ ഒരു 1.5 മണിക്കൂറോളം അങ്ങനെ റീൽസും കണ്ട് തിരിഞ്ഞ് കിടന്ന് മറിഞ്ഞ് കളിച്ച് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 2:30 മണിയായി തോന്നുന്നു. 2:30 മണിയായി നമ്മൾ ചോറ് കഴിക്കാൻ. അപ്പോൾ കൊഞ്ചം ബിരിയാണി, കച്ചമ്പർ, ചിക്കൻ പൊരിച്ചത്, അച്ചാറുണ്ടായിരുന്നു. വീഡിയോ എടുത്തതിന് ശേഷമാണ് അച്ചാർ ആഡ് ചെയ്തത്. അപ്പോൾ കുറച്ച് മസാല വീട്ടി കുഴയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് കച്ചമ്പർ എടുക്കുക, ചോറിൽ വെക്കുക. ഒരു പീസ് ചിക്കൻ എടുക്കുക, ചോറിൽ വെക്കുക. എന്നിട്ട് കുഴച്ച് ഒരു പൊടി ബസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി, ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ബിരിയാണിയെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ്. പെരുന്നാൾക്ക് ഇപ്പോഴാണ് കുളിക്കുന്നത്, അതെ സ്വാഭാവികം, ഞാനിങ്ങനെയാണ് പെരുന്നാൾക്കും കുളിക്കാറ്. അപ്പോൾ കുളിക്കാൻ പോവാണ്. പിന്നെ ഡ്രസ്സ് എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ് പെരുന്നാളിൻ്റെ ഒരാഴ്ച മുമ്പ്, അതുകൊണ്ട് ഡ്രസ്സ് എടുത്തിട്ടില്ല. ആ ഡ്രസ്സ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത്. ഞാൻ മൈലാഞ്ചിൻ്റെ ശവങ്ങൾ എത്രത്തോളം കാണണമെന്നറിയാം, അത് പോകുന്ന ഇട കാണേണ്ടി വരും. അപ്പോൾ കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ
ഒരു പായസം അടിക്കാമെന്ന് വിചാരിച്ചു. പായസം കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പായസവും അടിച്ചു. അങ്ങനെ സേമിയ പായസം പറഞ്ഞേനല്ലേ, സേമിയ പായസം. അങ്ങനെ പായസമെല്ലാം കഴിഞ്ഞ് രാത്രിയായി. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കറിയില്ല, തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുക, എവിടെയും പോയിക്കോ ഇതാക്കിക്കൊന്നുമില്ല. അപ്പോൾ രാത്രി ആയപ്പം കുട്ടികളൊക്കെ ബീച്ചിൽ പോയിനേനു. ഞാൻ പോയിട്ടില്ല. അപ്പം കുട്ടികളൊക്കെ ബീച്ചിൽ പോയിനേനു. അപ്പോൾ യൂതിപ്പൊക്കളയില്ലേ, ഇതിൻ്റെ പേരൊന്നും നമുക്ക് ശരിക്കറിയില്ല, ഞാൻ ഊതിപ്പൊക്കളെന്നാണ് പറയൽ. അപ്പോൾ യൂതിപ്പൊക്കളയില്ലേ, യൂതിപ്പൊക്കളെ ഇങ്ങനെ പറപ്പിച്ച് കളിച്ച്. ഓൾ പറപ്പിച്ചപ്പോൾ ആ ബബിൾസ് ശരിക്കും വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം, ഇത്തത്തെ കാണിച്ചു തരാം, എന്നിട്ട് കണ്ട് പഠിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ പറപ്പിച്ചു. അങ്ങനെ അതും പറപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കി ഫുഡ് കഴിച്ച്. സ്വാഭാവികമാണല്ലോ, ഉച്ചക്കത്തെ ഫുഡ് തന്നെയാണ് രാത്രി ഉണ്ടാവുക. ഈ ബക്കറ്റ് വെച്ച് നിങ്ങൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ, നമുക്കിവിടെ വെള്ളം ഫുള്ള് വറ്റിച്ചാന്നുള്ളത്, മോട്ടറിൽ കയറുന്നില്ല. അപ്പോൾ എന്താണെന്ന് രാത്രി ചെറുങ്ങനെ മഴ പെയ്യുന്ന പോലെ കണ്ടു. അപ്പോൾ ബക്കറ്റെല്ലാം കൂടി എടുത്തിട്ട് കൊണ്ടുവച്ച്. അമ്മ അരി ഒഴിച്ച് ബക്കറ്റാണ് കൊണ്ടുവച്ച്. ഞാൻ അമ്മേനോട് പറഞ്ഞ അരിയില്ല റെഡിയാക്കൽ പിന്നെ റെഡിയാക്കുക, ബക്കറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും മഴ തീർന്നു പോകും. അമ്മ എന്താക്കില്ല, കേട്ടില്ല. അപ്പോഴത്തേക്കും മഴ തീർന്നു. അപ്പോൾ ഇത് റീക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്, കാരണം അന്നേരം എടുക്കാൻ എൻ്റെ ഒക്കെ മറന്നുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കൂടെ കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, ചാ.